കത്ത് പരതുന്നവൻ. എല്ലാ ദേവാലയങ്ങളിലേക്കുമായി ഈശ്വരൻ ഒരു കത്തെഴുതി. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഞാൻ ഭഗവാനാണ്. ചിലർക്ക് മാതാവും പിതാവുമാണ്, ചിലർക്ക് സഖാവാണ്. പതിയും പത്നിയും ഗുരുവും സദ്ഗുരുവുമായും കാണുന്നവരുമുണ്ട്. പല രീതിയിലും പല പേരിലും എന്നെ ആരാധിച്ചു. ഞാൻ നിങ്ങൾക്ക് സൃഷ്ടിയിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ വിരാജിക്കുവാൻ അവസരം നൽകി. എന്നാൽ നിങ്ങൾ എൻ്റെ സൃഷ്ടികളെ ഒന്നിനൊന്നിന് വികൃതമാക്കി നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിക്കുവാനുള്ള ഭക്ഷണം ഭൂമുഖത്ത് നിറച്ചുവെച്ചു. എന്നാൽ നിങ്ങളിൽ കുറച്ചു പേർ അത് കൈയടക്കി വെച്ചിട്ട് ബാക്കിയുള്ളവരെ പട്ടിണിക്കിട്ടു. പോരാത്തതിന് നിങ്ങൾ എൻ്റെ തന്നെ സൃഷ്ടികളെ എൻ്റെ മുമ്പിൽ കുരുതി കഴിച്ചു, കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടരെയും. അവരെയും സൃഷ്ടിച്ചത് ഞാൻ തന്നെയാണല്ലോ. എൻ്റെ പേരിൽ പതി നഷ്ടപ്പെട്ട സ്ത്രീയെ അഗ്നിയിലേക്ക് തള്ളിയിട്ട് നിങ്ങൾ ഭക്തി ആഘോഷിച്ചു. അരി മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് എൻ്റെ കുട്ടിയെ നിങ്ങൾ കൂട്ടം കൂടി തല്ലിക്കൊന്നു. എൻ്റെ പേര് പറഞ്ഞ് എൻ്റെ തന്നെ കുട്ടികളുടെ കിടപ്പാടം നിങ്ങൾ കവർന്നെടുത്തു. അവസാനം 13കാരി പെൺകുട്ടിയെ 2 മാസത്തിലേറെ പട്ടിണിക്കിട്ട് കൊന്നു, അതും എൻ്റെ പേരിൽ തന്നെ. ഇനിയും എന്തൊക്കെയാണ് നിങ്ങളുടെ പുത്തൻ അജണ്ടയിലുള്ളത്? നിങ്ങളെന്നെ സർവേശ്വരനെന്ന് വിളിച്ചിരുന്നു. എല്ലാവരുടെയുമാണ് ഞാൻ. ഇതൊക്കെ ചെയ്യുന്ന നിങ്ങളിൽ ഞാൻ അല്പം പോലും പ്രീതനല്ല. നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾ ബലി കഴിക്കുന്ന എൻ്റെ സന്താനങ്ങളുടെ, അത് മനുഷ്യനാകട്ടെ മൃഗമാകട്ടെ, രക്തം കുടിച്ച് ഞാൻ ദാഹം തീർക്കുമെന്ന്? നിങ്ങൾ തന്നെ എഴുതി വച്ചിട്ടുള്ള രാക്ഷസ കഥകളിൽ പോലും മക്കളുടെ രക്തം കുടിക്കുന്നവരില്ല. രാക്ഷസന്മാരിലും നീചനായിട്ടാണോ നിങ്ങൾ എന്നെ കാണുന്നത്? നിങ്ങൾ പട്ടിണി കിടന്നും കിടത്തിയും ബാക്കി വെച്ച കതിർമണികൾ സ്വീകരിക്കുവാനും മാത്രം ഞാൻ ഭിക്ഷുവുമല്ല. സഹജീവികൾ കന്നവും ജലവും കിടപ്പാടവും കൊടുക്കുവാൻ ഞാൻ നിങ്ങളോട് പറയില്ല. അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി ഒന്നുമല്ലല്ലോ നിങ്ങൾ ബലി കൊടുക്കലും പട്ടിണി കിടക്കലും പട്ടിണി കിടത്തലും ഒക്കെ നടത്തുന്നത്. നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നു, അന്ധമായ എൻ്റെ പേരിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ചെയ്തികളും അവസാനിപ്പിക്കുക. ഇതെൻ്റെ അവസാന താക്കീതാണ്. സർവരുടെയും സർവേശ്വരൻ, മഹാകാലൻ. ഒപ്പ്. കുറിപ്പ് വായിച്ച ഉണ്ണിക്കുട്ടന് പെരുത്ത സന്തോഷം. അങ്ങനെ ദൈവം സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. കൈകൂപ്പി മുകളിലേക്കൊന്നു നോക്കി കണ്ണടച്ചൊരു നിമിഷം നിന്ന ശേഷം വീണ്ടും ഒരിക്കൽ കൂടി കത്തൊന്ന് വായിക്കാമെന്ന് കരുതിയപ്പോൾ കത്ത് അപ്രത്യക്ഷമായിരിക്കുന്നു. ചുറ്റും പരിധിയെങ്കിലും കിട്ടിയില്ല. പെട്ടെന്ന് അവനൊരു കാര്യം മനസ്സിലായി. താൻ നിൽക്കുന്നത് ഒരു മന്ദിരത്തിൻ്റെയും മുമ്പിലല്ല. തൻ്റെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റിട്ട് കൂടിയില്ല. എങ്കിലും ദൈവം എന്തെങ്കിലും ഒന്ന് ചെയ്യും, ചെയ്തിട്ടുണ്ടാകും, ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിക്കുട്ടൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് വാതിലുകൾ കടന്ന് പുറത്തേക്ക് നടന്നു. പള്ളിയും അമ്പലവും മോസ്കുമൊക്കെ കൂടുന്ന ജംഗ്ഷനിൽ തന്നെയാണ് അവൻ്റെ വീടും. എന്തെങ്കിലും ഒരു മാറ്റം, ആർക്കെങ്കിലും ദൈവത്തിൻ്റെ കത്ത് കിട്ടിയോ എന്നറിയുന്നതിനായി അവൻ നടന്നുകൊണ്ടേയിരുന്നു.